പണ്ടുള്ള നമ്മുടെ നാട് സുവിശേഷം കേൾക്കാത്ത കാലം എന്തോരന്ധകാര സ്ഥിതിയാർന്നോരെന്റെ ദൈവത്തിൻ നാടിന്റെ കോലം. അന്ന് മാറുമറയ്ക്കാനും മേലാ, പള്ളിക്കൂടത്തിൽ പോവാനും മേലാ. ഭർത്താവ് ചത്തങ്ങു പോയാൽ തീയിൽ ചാടി മരിക്കുക തന്നെ. ജാതിപ്പിശാചങ്ങ് കേറി എന്റെ നാടിനെ നീറ്റിയ കാലം. പാവങ്ങൾ കണ്ണീര് കണ്ട് എന്റെ ചങ്ക് തകർന്നൊരു നേരം. ഏമാനു വേണ്ടി പണിത് പിന്നെ ഏമാനു വേണ്ടി മരിച്ച് എന്റെ ഭാര്യയും മക്കളും കൂടെ ആ ഏമാന്റെ വസ്തുക്കളായി. ദൈവത്തിനില്ലല്ലോ ജാതി എന്ന് കേണു പറഞ്ഞ് നടന്ന് നല്ല മിഷണറിമാരിങ്ങ് വന്ന് യേശുവിൻ സ്നേഹം ചൊരിഞ്ഞ് പള്ളിക്ക് ചേർത്തൊരു കൂടം പണിതാൾക്കാരെയെല്ലാം വിളിച്ച് അക്ഷരജ്ഞാനം പകർന്നു. അന്ധകാര സ്ഥിതി മെല്ലെ മാറ്റി. അന്ന് ഞാൻ ബൈബിള് കണ്ടേ, എന്നെ സ്നേഹിക്കും ദൈവത്തെ കേട്ടേ. ക്രൂശിലേക്കുള്ളാലെ നോക്കി യേശു പാപം കഴുകിക്കളഞ്ഞ. എന്തൊരു സ്നേഹമിതമ്പോ, ദൈവമേശുവായി തീർന്നവനല്ലോ. എന്നെ കരുതിയിറങ്ങി സ്വർഗം വിട്ടെന്റെ പേർക്കായി മരിച്ചു. എന്നുടെ പാപക്കടങ്ങൾ എല്ലാം കാൽവരി ക്രൂശിൽ കൊടുത്ത് സാത്താന്റെ കോട്ടയിൽ നിന്ന് എന്നെ ദൈവത്തിൻ പുത്രനായി തീർത്തേ. വേണ്ട നമുക്കൊരു ചിന്ത, നമ്മൾ നല്ലവരാണെന്ന തോന്നൽ. ദൈവത്തിൻ നല്ലൊരു ത്രാസിൽ മനുഷ്യരെല്ലാരും പാപി. പറയുന്നതല്ല, കാശു പിരിക്കാനുമല്ല. കൂടപ്പിറപ്പല്ലേ നിങ്ങൾ, ഒന്നല്ലേ നമ്മുടെ രക്തം. ദൈവങ്ങൾ വേറെയുണ്ടെങ്കിൽ പിന്നെ യേശു മരിക്കേണ്ടതുണ്ടോ? ന്യായമായി കിട്ടേണ്ട ശിക്ഷ ക്രിസ്തു ക്രൂശിൽ എനിക്കായി സഹിച്ചു. വീണ്ടും അവൻ ഉയർത്തെഴുന്നേറ്റെന്നെ കൂട്ടുവാൻ ഇനിയും വരുമേ. യേശുവേ കർത്താവായേറ്റ മക്കളെ മാത്രമേ ചേർക്കൂ. മിണ്ടാതെ എങ്ങനിരിക്കും, എന്നെ സ്നേഹിച്ച ദൈവത്തെ പാടും. സ്വർഗത്തിലേക്കുള്ള മാർഗം നമ്മ യേശുവിൽ വിശ്വാസം മാത്രം. സ്വർഗത്തിലേക്കുള്ള മാർഗം നമ്മ യേശുവിൽ വിശ്വാസം മാത്രം.